ഹലോ ഗൈസ്, അപ്പം നമുക്ക് ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു പിക്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ഈ 3 പിക്സ് നോക്കുക. ഇതിന് ശേഷം ഞാൻ കാണിക്കുന്ന അതേ സെയിം 3 പിക്സ് നോക്കുക. ഇത് രണ്ടും ഡിഫറൻറ്റ് ആണ്. കാരണം നമുക്ക് ഫേസ് കറക്റ്റ് ആക്കണം. അതിനുള്ള സൊല്യൂഷൻ കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഗൂഗിളിൽ പോയി ChatGPT ഓപ്പൺ ആക്കാം. അത് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ അതിൻ്റെ അടിയിലായിട്ട് 3 ഓപ്ഷൻ കാണാം. അതിൽ ആഡ് ഫോട്ടോ നെക്കിയിട്ട് നിങ്ങളുടെ ഫോട്ടോ ഏതാണ് നിങ്ങൾക്ക് മാറ്റേണ്ടതെന്നുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ പ്രോംപ്റ്റ് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എങ്ങനെ തരത്തിലുള്ള ഫോട്ടോയാണ് വേണ്ടതെന്നുള്ളത് അതിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു പ്രോംപ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റെങ്കിലും പിടിക്കും പിക്ക് ആകാൻ വേണ്ടി. അതിന് ശേഷമുള്ള ഒരു പിക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. പിക്ക് ഇവിടെ ജനറേറ്റഡ് ആയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കാണാൻ എൻ്റെ ഫേസ് കറക്റ്റ് അല്ല. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് ക്രോമിൽ പോകണം. അതിന് മുമ്പായിട്ട് ഇത് ഈ ഒരു മിസ്റ്റേക്കും ചെയ്യരുത്. ഇങ്ങനെ പൂവും ഇതൊക്കെ ഉള്ള പിക്കും നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി ആഡ് ചെയ്തൊന്നും കൊടുക്കരുത്. ഈ 2 കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രോംപ്റ്റ് ആഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പിക്സ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ChatGPT ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങനെയും നമുക്ക് ചെയ്യാം. ഇല്ലാന്നാണെങ്കിൽ അതിൽ വേറൊരു ആപ്പ് കൂടിയുണ്ട്, ഗ്രോക്ക് എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ആപ്പിൽ നമുക്ക് പിക്സ് ഇതേപോലെ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ്. നെക്സ്റ്റ് ക്രോമിൽ ചെന്നിട്ട് ഫേസ് വാപ്പർ AI എന്നുള്ള സെർച്ച് ചെയ്യുക. അതിൻ്റെ അകത്ത് റീമേക്കർ AI എന്നുള്ള അത് ഓപ്പൺ ആക്കുക. ഫസ്റ്റ് നിങ്ങൾ ഇപ്പോൾ ജനറേറ്റ് ചെയ്ത പിക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം ഏത് പിക്കാണോ ഫേസ് നമുക്ക് കൊടുക്കേണ്ടത് അതും ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അടിയിലത്തെ സ്വാപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതുപോലെ നമുക്ക് പിക്ക് കിട്ടും. ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഫസ്റ്റ് പിക്കിലെ ഫേസും ഈ പിക്കിലെ ഫേസും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇതിൻ്റെ കറക്റ്റ് ഫേസാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം അടിയിലുള്ള ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇതേപോലത്തെ എൻ്റെ ബാക്കിയുള്ള പിക്സിലും ഞാൻ ഇതേപോലെ ഡിഫറൻസ് കാണിച്ചു തരാം. എങ്ങനെയാണ് നേരത്തെ പിക്ക് ഇതിൻ്റെ അകത്താണെങ്കിൽ എനിക്ക് കുറച്ച് ആംഗ്രി ഫേസ് ആണ്. അപ്പോൾ അതിന് കുറച്ച് സ്മൈലി ഫേസ് ആയിട്ട് ജനറേറ്റ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇതേപോലെ തന്നെ ജസ്റ്റ് ഞാൻ ആ ഫസ്റ്റ് പിക്ക് മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ അവിടെ. അപ്പോൾ കണ്ടോ നിങ്ങൾക്ക് ഡിഫറൻസ് കാണാം. ഞാൻ ഓൾറെഡി ഈ വീഡിയോൻ്റെ ഫസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് 3 പിക്സും തമ്മിലുള്ള ഫസ്റ്റും സെക്കൻഡും ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും.